രാജു, അനു തയ്യാറാക്കിയ വിഴിഞ്ഞമെന്ന പ്രദേശത്തെക്കുറിച്ചുള്ള പ്രാദേശിക ചരിത്രരേഖ നമ്മൾ വായിച്ചല്ലോ. എന്താണ് ഈ പ്രാദേശിക ചരിത്രരചന? ഒരു വലിയ രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ചരിത്രം പഠിക്കുന്നതിന് പകരം നമ്മൾ ജീവിക്കുന്ന ഒരു ചെറിയ പ്രദേശത്തിന്റെ ലോക്കൽ ഏരിയ ചരിത്രം കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണിത്. അപ്പോൾ എന്തിനാണ് നമ്മൾ പ്രാദേശിക ചരിത്രം പഠിക്കുന്നത്? ഇതിന്റെ പ്രാധാന്യം എന്താണ്? പ്രാദേശിക ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സാംസ്കാരിക വീണ്ടെടുപ്പ് നമ്മുടെ പ്രദേശത്തെ പഴയ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. മാറ്റങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രദേശത്ത് കാലക്രമേണ സംഭവിച്ച മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് പഴയ കാലത്തെ കൃഷിരീതികൾ, കെട്ടിടങ്ങൾ. ദേശീയ ചരിത്രത്തിനു പിന്തുണ ചെറിയ പ്രദേശങ്ങളുടെ ചരിത്രം ചേരുമ്പോഴാണ് ഒരു വലിയ രാജ്യത്തിന്റെ ദേശീയ ചരിത്രം പൂർണ്ണമാകുന്നത്. വിഴിഞ്ഞത്തെക്കുറിച്ച് ചരിത്രരചന നടത്താൻ അനുവിനു പലതരം സ്രോതസ്സുകൾ ഉപയോഗിക്കേണ്ടി വന്നല്ലോ. ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ചരിത്രരചനയെ അറിയാൻ സഹായിക്കുന്ന സ്രോതസ്സുകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. പുരാവസ്തു സ്രോതസ്സുകൾ, ആർക്കിയോളജിക്കൽ സോഴ്സസ്. ശിലാലിഖിതങ്ങൾ, പാറകളിലോ ലോഹങ്ങളിലോ കൊത്തിവച്ച എഴുത്തുകൾ. വിഴിഞ്ഞത്തെ ആയി രാജവംശത്തെക്കുറിച്ച് ഇതുണ്ടല്ലോ. നാണയങ്ങൾ പഴയകാലത്തെ സാമ്പത്തിക സാമൂഹിക വിവരങ്ങൾ നൽകുന്നു. സ്മാരകങ്ങൾ പഴയ കെട്ടിടങ്ങൾ, കോട്ടകൾ, ക്ഷേത്രങ്ങൾ. മൺപാത്രങ്ങൾ, ആയുധങ്ങൾ. സാഹിത്യ സ്രോതസ്സുകൾ, ലിറ്റററി സോഴ്സസ്. യാത്രാവിവരണങ്ങൾ, വിദേശ സഞ്ചാരികൾ എഴുതിയ രേഖകൾ. സംഘകാല കൃതികൾ, തമിഴകത്തെ പുരാതന വിവരങ്ങൾ നൽകുന്നു. പ്രാദേശിക ഗ്രന്ഥങ്ങൾ, ലീലാതിലകത്തിന്റെ വ്യാഖ്യാനം, കുവലയമാല പോലുള്ള പ്രാദേശിക കൃതികൾ. വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് ഇതിൽ പറയുന്നു. കൈയെഴുത്തുപ്രതികളും പത്രങ്ങളും. പ്രാദേശിക ചരിത്രം രചിക്കുമ്പോൾ മൗലിക സ്രോതസ്സുകൾ, പ്രൈമറി സോഴ്സസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മൗലിക സ്രോതസ്സുകളെന്നാൽ ചരിത്ര സംഭവങ്ങൾ നടന്ന സമയത്ത് തന്നെ രേഖപ്പെടുത്തിയവയാണ്. ഉദാഹരണം, പഴയകാലത്തെ ഔദ്യോഗിക രേഖകൾ, ഡയറി കുറിപ്പുകൾ, അഭിമുഖങ്ങൾ, പഴയ ഫോട്ടോകൾ. ഇവ ഉപയോഗിക്കുമ്പോൾ വിവരങ്ങൾക്ക് വിശ്വസനീയത കൂടുതലായിരിക്കും. രാജു പ്രാദേശിക ചരിത്രം എഴുതുന്നതിലെ പടികൾ എന്തൊക്കെയാണ്? കൃത്യമായ ഒരു രീതിശാസ്ത്രം ഇതിനുണ്ട്. വിഷയം തിരഞ്ഞെടുക്കൽ, ഉദാഹരണത്തിന് വിഴിഞ്ഞത്തെ മത്സ്യബന്ധന രീതി. വിവരശേഖരണം, സ്രോതസ്സുകൾ കണ്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുക. വിശകലനം, ലഭിച്ച വിവരങ്ങളുടെ സത്യസന്ധത പരിശോധിക്കുകയും വിശകലനം ചെയ്യുക. രേഖപ്പെടുത്തൽ, ആമുഖം, അധ്യായങ്ങൾ, ഉപസംഹാരം, ഗ്രന്ഥസൂചി എന്നിവ ഉൾപ്പെടുത്തി കൃത്യമായി എഴുതി തയ്യാറാക്കുക. പ്രാദേശിക ചരിത്രരചനയ്ക്ക് അനുവും അവന്റെ കൂട്ടുകാരും ചെയ്തതുപോലെ അഭിമുഖങ്ങൾ നടത്തുന്നത് എത്രത്തോളം പ്രധാനമാണ്? വളരെ പ്രധാനമാണ്. പഴയ ആളുകളുമായും ചരിത്രകാരന്മാരുമായും അഭിമുഖങ്ങൾ നടത്തുമ്പോൾ എഴുതപ്പെട്ട രേഖകളിലില്ലാത്ത ഓർമ്മകളും അനുഭവങ്ങളും ലഭിക്കുന്നു. ഇത് ചരിത്രരചനയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. നമ്മുടെ വരും തലമുറകൾക്ക് നാടിന്റെ ചരിത്രം പകർന്നു നൽകാൻ ഈ പ്രാദേശിക ചരിത്രരചന സഹായിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ചരിത്രത്തിന്റെ ആധാരശിലകൾ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്.